ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ കൺസ്യൂമർ മാർക്കറ്റ് പോലെ തന്നെ ആളുകൾ കുറേ കൂടി ഫിറ്റ്നസ്സിലേക്കും അതേപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയതിലേക്കും അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ട്രെൻഡുകൾ കണ്ടു. ഇപ്പോൾ ഷുഗറിൻ്റെ കൺസംഷൻ കമ്പാരിറ്റീവ്ലി കുറയുന്നു. ആക്ച്വലി ഈ പ്രാവശ്യത്തെ ഇയർ ആൻഡ് സെയിൽ കുറച്ചും കൂടി സ്പെഷ്യലാണ്, പ്രത്യേകിച്ച് ഫോർ ഇന്ത്യ. രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്നാമത് ഇന്ത്യയിൽ GST കട്ടിന് ശേഷമുള്ള ഒരു സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട്, ഈ പ്രാവശ്യത്തെ ദീപാവലി കുറേ കൂടി നല്ല പെർഫോമൻസാണ് കൺസ്യൂമർ മാർക്കറ്റിലും ഈവൻ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഈവൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിലെല്ലാം നന്നായിട്ടാണ്, നല്ല റിഫ്ലക്ഷൻ ആയിരുന്നു. ഈവൻ ഫോർ ദ ലക്ഷറി സെഗ്മെൻറ്റിലടക്കം നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ GST കട്ട്സ് വന്ന ശേഷം മേജർ ഇലക്ഷൻസിൻ്റെ സീസൺസിൽ കഴിഞ്ഞു. അപ്പം പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പം നമ്മുടെ എല്ലാ ബിസിനസ്സുകളും ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ജാൻ ഫെബ് മാർച്ച് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ആണ്. എന്തായാലും ഫെബ് പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റെ ഒരു ഓർഗാനിക് സ്ലോയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു കിട്ടുന്ന ഒരു എനർജി ബ്രാൻഡുകൾക്ക് ഭയങ്കര ഉപകാരപ്പെടും. അപ്പം എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ MNC മുതൽ വലിയ ബ്രാൻഡ്സ് മുതൽ ചെറിയ ബ്രാൻഡുകൾ മുതൽ വരെ എല്ലാവരും ഇയർ ആൻഡ് സെയിലിലേക്ക് വരുന്നുണ്ട്. അതൊരു നല്ലൊരു ട്രെൻഡാണ്. കാരണം അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്ന് പ്രൊഡക്റ്റുകൾ റേറ്റ് കുറച്ച് കൊടുത്ത് വിൽക്കുക എന്നുള്ളതിന് പകരം ഇതൊരു ഇയർ ആൻഡ് സെയിലുകൾ എപ്പോഴും അല്ലെങ്കിൽ ഇതേ പോലത്തെ സ്പെഷ്യൽ സെയിലുകൾ എപ്പോഴും ഒരു സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമറെ അക്വയർ ചെയ്യാനുള്ള ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. രണ്ട്, ഇവൻറ്റ്ഫുള്ളാണ്. ഇപ്പോൾ ക്ലൈമറ്റ് വളരെ കുറേ കൂടി ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇവൻറ്റ്ഫുൾ ആവുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സൗത്ത് ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ ബിസിനസ് കുറേ കൂടി ഇവൻറ്റ്ഫുൾ ആവുന്ന സമയമാണ്. അപ്പോൾ എല്ലാ ഇവൻറ്റ്സുകളും വരുന്നുണ്ട്, ആളുകൾ കുറേ കൂടി ഫെസ്റ്റിവിറ്റീസ് മോഡിലേക്ക് വരുന്നു. അപ്പോൾ ഓൾ ടുഗദർ ഒരു ബ്ലെസ്സിങ്സ്. രണ്ട്, ഈ ഒരു സമയത്ത് കിട്ടുന്നൊരു ട്രെൻഡ് നമ്മളെ ഈ കൊല്ലത്തെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ മൊത്തത്തിൽ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു ക്യാഷ് ഇൻ ഹാൻഡ് വരുന്ന സമയത്ത് അത് നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൂടുതൽ നല്ലൊരു ട്രെൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രകാരം നമ്മൾ ഇന്ത്യയിലെ ഇപ്പോൾ BCGയുടെ പുതിയ റിപ്പോർട്ട് വന്നു. ഇന്ത്യയിലെ കൺസ്യൂമർ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യ കൺസ്യൂമർ ഒരു 17 to 29% വരെയൊക്കെയുള്ള ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പല സെഗ്മെൻറ്റിലും. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കുറേ കൂടെ പിന്നെ AI എനാബിൾ ചെയ്ത് പർച്ചേസിങ്ങിലേക്ക് പോയി. കാരണം എല്ലാ പർച്ചേസും ഈവൻ ഫോർ റീറ്റെയിൽ പർച്ചേസിന് വരെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ AI സപ്പോർട്ട് തേടുന്നുണ്ട്. കാരണം AI ഉപയോഗിക്കാത്ത അതിൻ്റെ സഹായം തേടാത്ത ആളുകൾ ഇന്ത്യയിൽ ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് കുറേ കൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള എക്കണോമിയായി മാറിപ്പോയതിൻ്റെ കാരണം ടെക്നോളജി എനാബിൾ ചെയ്ത ഏറ്റവും കൂടുതൽ ആളുകൾ അവൈലബിൾ ആയ ഒരു എക്കോസിസ്റ്റമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്തിന് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് കുറച്ചും കൂടി പ്രധാനമാണ്. ഒന്ന്, നമ്മളടുത്തുള്ള ബിസിനസ്, നമ്മളടുത്തുള്ള ബ്രാൻഡ് എന്താണെങ്കിലും ശരി, അതിൻ്റെ ഓംനി പ്രസൻസ്, അതേപോലെ തന്നെ ഓംനി ചാനൽ ബേസിൽ. ഉദാഹരണത്തിന് നമ്മളടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ആപ്പിൽ അവൈലബിൾ ആവണം, വെബ്സൈറ്റിൽ അവൈലബിൾ ആവണം, അഗ്രഗേറ്ററുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആവണം, ഫിസിക്കലി അവൈലബിൾ ആവണം. കാരണം ആളുകൾ പർച്ചേസ് ഡെസിഷൻസ് അത്രമാത്രം കുറേ കൂടി പിന്നെ ഒപ്റ്റിമൈസ്ഡാണ് ഇപ്പോൾ. രണ്ടാമത് നമ്മൾ ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ. മുമ്പ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ആൻസർ എൻജിൻ ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളുടെ വിസിബിലിറ്റിയിലേക്കും അത് ആളുകളുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്കും വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പോലത്തത് ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ ഓൺലൈൻ മേഖല ഉപയോഗിക്കുന്നവരും പ്രത്യേകിച്ച് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ആൻസർ എൻജിൻ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആപ്പുകളിലും മറ്റും നമ്മൾ വിസിബിളാണ്. അതിനുള്ള ഡിസ്കഷൻ എൻഗേജ്മെൻറ്റ് നമ്മുടെ ബ്രാൻഡിനും ബിസിനസ്സിനും കൂടുതലുണ്ടെങ്കിൽ അത് നല്ല ഒരു ട്രെൻഡായിരിക്കും നമുക്ക് തരാം. അപ്പോൾ ഈവൻ ഫോർ ദ ഗവൺമെൻറ് മുതൽ IT മുതൽ ഈവൻ കൺസ്യൂമർ വരെ എല്ലാ ആളുകളും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഉദാഹരണത്തിന് വിശാലാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലേക്ക് ടൂറിസം വരുമ്പോൾ ഇവിടുത്തെ മൊത്തം ബിസിനസ്സിനെ ബാധിക്കും. ഇപ്പം ആദ്യം ഏർലി എൻ്റർ ചെയ്യുന്ന ആളുകൾ, നന്നായി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ ഇന്ത്യയിലെ കൺസ്യൂമർ മാർക്കറ്റ് പോലെ തന്നെ
ആളുകൾ കുറേ കൂടി ഫിറ്റ്നസ്സിലേക്കും അതേപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയതിലേക്കും, അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ട്രെൻഡുകൾ കണ്ടു. ഇപ്പോൾ ഷുഗറിൻ്റെ കൺസപ്ഷൻ കമ്പാരിറ്റീവ്ലി കുറയുന്നു, പ്രോട്ടീൻ ബേസ്ഡ് കൺസപ്ഷൻ കൂടുന്നു, അതേപോലെ തന്നെ സീറോ ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളുടെ കൺസപ്ഷൻ കൂടുന്നു. പിന്നെ ഈവൻ ഫോർ ദ നമ്മുടെ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലേക്ക് അടക്കം ആളുകൾ പിന്നെ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് കോൺഷ്യസ് ആണ്. അപ്പോൾ കുറേ കൂടി വിജിലൻ്റായ, കുറേ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റാൻഡം പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതിന് പകരം കോൺഷ്യസ് ആയ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, കോൺഷ്യസ് ആയ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജിയാണ് ഈ വിഷയത്തിൽ ബ്രാൻഡുകൾ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആ ഐഡിയ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാനും വേണ്ടി പഠിക്കണം. അതല്ലാതെ നമ്മളിപ്പോൾ റാൻഡം പിന്നെ സെയിലിൽ എല്ലാവർക്കും കിട്ടുമ്പോൾ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പം ഈ ഒരു ട്രെൻഡ് 2026 കുറച്ചുകൂടി നല്ല ട്രെൻഡാണ്. അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ GST കട്ടിനും മറ്റു ശേഷമുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു സെഗ്മെൻറ്റും ഇപ്പോഴുള്ളൊരു സെയിലും ഒപ്റ്റിമൈസ്ഡ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷറി കാർസ് വരെ കഴിഞ്ഞ ദീപാവലിയുടെ അവരുടെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതൽ സെയിൽ ലഭിച്ചു. കാരണം പൊതുവെ നമ്മൾ ഇയർ ഓവർ ഇയർ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ കാർ സെഗ്മെൻറ്റിൻ്റെ ഒക്കെ സെയിൽ അത്യാവശ്യം നല്ല ഒരു പൊട്ടൻഷ്യലിലാണ് ഇപ്രാവശ്യം പോയത്. അതിനർത്ഥം ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നല്ല പ്രൊഡക്റ്റുകളിലേക്ക് സ്പെൻഡ് ചെയ്യാവുന്നൊരു ടെൻഡൻസി ആളുകളിൽ ഉണ്ട്. അതിനെ അനുകൂലമാക്കി എടുക്കാനുള്ള പരിശ്രമങ്ങളാണിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പാണ്.